ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറേ കുറേ ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞ് എപ്പോഴും -20 -20 ഫീൽസ് ലൈക്ക് -28 ഒക്കെ ആയിരുന്നു ടെമ്പറേച്ചർ. അപ്പോൾ ഇന്ന് ബാക്ക് ടു പ്ലസ് ടെമ്പറേച്ചറിലേക്ക്. സ്നോ ആണ് എല്ലാവിടെയും, പക്ഷേ ഇന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടൊന്ന് നടക്കാൻ ഇറങ്ങി. എപ്പോഴും ആരെങ്കിലുമൊക്കെ കാത്തിരിക്കും ഞാൻ, ഒന്നല്ലെങ്കിൽ സജീനെ അല്ലെങ്കിൽ കുക്കുനെ, ആരെങ്കിലുമൊക്കെ കാത്തിരിക്കും നടക്കാൻ പോകാനായിട്ട്. നടക്കാൻ ആരെങ്കിലും കൂട്ടുള്ളപ്പോൾ ഒരു സുഖമാണ്, എന്നാലും ഒറ്റയ്ക്ക് നടക്കുന്നതിലും ഒരു സുഖമുണ്ട്. നമ്മൾ ആരെങ്കിലും കാത്തൊക്കെ ഇരുന്നാലേ ശരിക്കും ഒന്നും നടക്കില്ല. ഒരാൾ വന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഡിലേ എല്ലാം ഡിലേ ആണ് ലൈഫിൽ. അപ്പം നമ്മൾ ആർക്കും വേണ്ടി കാത്തിരിക്കാതിരിക്കുകയാണ് നല്ലത്. എല്ലാവരും ഉണ്ട് കൂടെ ഉണ്ട്, പക്ഷെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. വേറെ ആരും നമുക്ക് കൊണ്ടൊന്നും തരത്തില്ല. അത് കുറച്ച് നാളായിട്ട് മനസ്സിലായി. നമ്മൾ തന്നെ ഞാനിങ്ങനെ എന്നും ഒരു റുട്ടീൻ പോലെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഒരുപോലെ ചെയ്യാനായിട്ട് നടക്കത്തില്ല. അപ്പോൾ ഇത് ബെസ്റ്റാണ് ഒറ്റയ്ക്ക് നടക്കുന്നത്. സണ്ണ് കണ്ടോ, ഉദിച്ച് നിൽക്കുന്നത് കണ്ടോ? പിന്നെ ഷിനുക്കായോ എന്നറിയില്ല, പക്ഷെ നല്ല രസമാണ് നടക്കാനായിട്ട്. എന്നോട് കാണിച്ചു. ഇതൊരു ലേക്കാണ്, മെയ്ഡ് ലേക്കാണ്. ലേക്ക് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല, ഒരു ചെറിയ മെയ്ഡ് പോലെ ചെയ്തിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ രസം അവർ ഈ വാട്ടർ ഫ്രണ്ടേജ് ഹോം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊടുക്കുന്ന പോലെ അങ്ങനെ. പക്ഷേ ബിസിന്ന് ഇങ്ങോട്ട് ആൽബർട്ടയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതൊരു കൺസേൺ ആയിരുന്നു. അയ്യോ, ബിസിയിൽ ഞങ്ങൾ കുറച്ച് റൂറൽ ഏരിയയിലായിരുന്നു. അപ്പോൾ നടക്കാൻ പോകാനൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു, അങ്ങനെ ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ആൽബർട്ട ഭയങ്കര മഞ്ഞായിരിക്കും, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വിചാരിച്ച പോലെയല്ല കേട്ടോ, നൈസാണ്. എന്നുവെച്ചാൽ ഇവിടെ ഇടയ്ക്ക് പ്ലസ് ടെമ്പറേച്ചർ പോകണമുണ്ട്. പിന്നെ മെയിൻലി ഇങ്ങനെ നടക്കാനുള്ള പാത്ത് വേ കുറേ ഇട്ടിട്ടുണ്ട്, വാക്കിംഗ് വേ. അപ്പം നമുക്ക് ഈ കുറച്ച് നടക്കാനൊക്കെ പോകാനൊക്കെ ആയിട്ട് സ്ഥിരം ഇവിടെ കാണും. ചിലർ കുട്ടികളെ കൊണ്ടുവരുന്നതും പട്ടികളെ കൊണ്ടുവരുന്നതൊക്കെ ആയിട്ട് രസമാണ്. എൻ്റെ ഫ്രണ്ടിലൊരു അമ്മയും കൊച്ചും പട്ടിയുമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആട്ടോ. നടത്തും ഒരു എനർജി കിട്ടുമല്ലോ. കുറച്ച് ലോ ആയിട്ട് ഇരിക്കുമായിരുന്നു, ഇപ്പോൾ കുറച്ച് എനർജി കിട്ടി. ഒരു ഉണ്ണി ഉണ്ടായിരുന്നു നടക്കാൻ, അമ്മയും മോനും കുട്ടിയായിട്ട്. മോന പോണ്ടിൻ്റെ അവിടേക്ക് പോവുമായിരുന്നു, കൊച്ചാണ്. അമ്മ പറയാണ് അങ്ങനെ പോവല്ലേന്ന്. അങ്ങനെയല്ല നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാമല്ലോ മക്കൾക്ക്, പറഞ്ഞു കൊടുക്കുമല്ലോ. എന്താ പറയില്ലേ, ആദ്യം പറഞ്ഞു കൊടുക്കും, പിന്നെ തല്ലി കൊടുക്കും, തല്ലി വിടുന്നു, എന്തൊക്കെ പറയൂലേ, അതുപോലെ. പക്ഷേ ഒരു എനർജി, കുറച്ചൊരു വിറ്റമിൻ ഡി ഒക്കെ കിട്ടും. വിറ്റമിൻ ഡി ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര കുറവാണെന്നാണ് പറയാം എപ്പോഴും. ഞങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അടുത്ത ആഴ്ച, അറിയാം. എല്ലാം കുറവായിരുന്നു, വിറ്റമിൻ ഡി കുറവായിരുന്നു, B12 കുറവായിരുന്നു. സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്, ഇഞ്ചക്ഷൻ B12ൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. എന്താവുമെന്നറിയില്ല, ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം. അങ്ങനെ കുഴപ്പമില്ല. കാൽഗരി ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ. ഒരു ചേഞ്ച് അല്ലേ. ഇനി ഇവിടെ സെറ്റിൽ ആവണമെന്നാണ് വിചാരിക്കുന്നത്. ഒക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. ദൈവം എന്ത് വിചാരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം ശരി ഫ്രണ്ട്സ്, നടക്കട്ടെ, നമുക്ക് പിന്നെ കാണാം. ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, ഞാൻ 10,000 സ്റ്റെപ്പ് നടക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അത് സക്സസ്ഫുള്ളി കവർ ചെയ്തു. താങ്ക്സ് ഫോർ വാച്ചിങ്.